നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ രാവണപ്രഭു എന്ന സിനിമ നാളെ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്യുകയാണ്. നാളെ ഒക്ടോബർ 10 സിനിമയുടെ റീ റിലീസ് പ്രഖ്യാപിച്ചതെങ്കിലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം എറണാകുളത്തെ കവിത തിയേറ്ററിൽ രാവണപ്രഭുവിന്റെ ആദ്യ റീ റിലീസ് ഷോയ്ക്കും തുടക്കമിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമ ബുക്കിംഗിലും അതോടൊപ്പം തന്നെ തിയേറ്ററുകൾക്കുള്ളിലും ഷോട്ടാ മുംബൈക്ക് ശേഷം അടുത്ത ലാലേട്ടന്റെ തരംഗമാകുന്ന സിനിമയായിട്ട് റീ റിലീസിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 24 മണിക്കൂറിലെ 10,000-ലധികം ടിക്കറ്റുകൾ വിറ്റ രാവണപ്രഭുവിന്റെ ബുക്കിംഗ് തരംഗം ഒപ്പം തിയേറ്റർ തരംഗം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടന്റെ 5ാമത്തെ റീ റിലീസ് വിജയ സിനിമയായിട്ട് ചിത്രം മാറാനായിട്ടിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്. മോളിവുഡിന്റെ ഏറ്റവും പുതിയ റെക്കോർഡ് വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ ലോകയുടെ ഇന്നലെ വരെയുള്ള 42 ദിവസത്തെ കൃത്യമായി കേരള വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രകാരം എല്ലാം പ്രതീക്ഷ ലെവലിലേക്ക് തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെയോടെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ 299 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇന്നലെ കേരളത്തിൽ 22 ലക്ഷം ഗ്രോസ് വന്ന സിനിമ ഇന്നലെ വരെ 119 കോടി 69 ലക്ഷം കേരള ഗ്രോസ് കളക്ഷനും നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ മലയാള സിനിമയിലെ ആദ്യം 300 കോടി സിനിമയായിട്ട് മാറാനായിട്ട് ലോകയ്ക്ക് ഇനിയും കൃത്യം 1 കോടി കളക്ഷൻ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ വീക്കെൻഡോടെ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കാത്തിരിക്കൂ ലോകയുടെ അടുത്ത വേൾഡ് വൈഡ് കേരള കളക്ഷൻ വാർത്തകൾക്ക്. ഇതിനിടയിൽ കേരളത്തിൽ സിനിമ ഇന്ന് മുതൽ 200-ലധികം സ്ക്രീനുകളിൽ തുടർന്നും പ്രദർശിപ്പിക്കുമെന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് സ്ക്രീനുകളിൽ സിനിമയ്ക്ക് 7ാമത്തെ ആഴ്ചയിലും ഹോൾഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ലോക കളക്ഷനായിട്ട്.